എല്ലാവർക്കും നമസ്കാരം. ജാം ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നാട്ടിലേക്ക് ഇവിടെ പ്രവാസിയായിരിക്കെ മരണപ്പെടുന്ന ആളുകളുടെ ശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതിന്റെ പ്രോസസ്സ് എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാം, നമ്മൾ അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ ഇങ്ങനെയൊക്കെ UAE ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ട്, ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് പല വീഡിയോയിലും ആരോപണങ്ങളായിട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ സൗദി അറേബ്യയിലും ഇത്തരത്തിലുള്ള പൈസകൾ കിട്ടുന്നുണ്ടോ മരണപ്പെട്ട് കഴിഞ്ഞാൽ? എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങളാണ് നമ്മളൊരു പ്രവാസിക്ക് ഒരു ഇന്ത്യക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും റിയാദിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള സിദ്ദീഖ് തൂരുമായിട്ട് സംസാരിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹം നാട്ടിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം വാട്സപ്പിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാത്ത കാര്യങ്ങൾ, നമ്മളൊരിക്കലും മരണപ്പെട്ട വ്യക്തികളെ കുറിച്ചിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻസ്, ആരാണ് വഹിക്കേണ്ടത്, രേഖകളില്ലാത്ത വ്യക്തികൾക്ക്, സ്പോൺസറുള്ള വ്യക്തികൾക്ക്, വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക്, എംബാമിങ്, അതുപോലെ തന്നെ കാർഗോ, അതുപോലെ ബോക്സ് അടക്കമുള്ള എത്രയാണ് ഫീസ് വരുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ സൗദി അറേബ്യയിൽ റിയാദിലും അതുപോലെ ദമാമിലൊക്കെ വ്യത്യസ്ത റിയാലുകളാണ്. അതായത് എക്സ്പെൻസ് പല പാക്കേജുകളാണ്. പാക്കേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 1000 റിയാൽ ഡിഫറൻസ് ഒക്കെ ദമാമിലുണ്ട്. സ്വാഭാവികമാണ്, കാരണം ദമാമിൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ റേറ്റ് കുറവായതുകൊണ്ടാണ് ആ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് ഇവിടെ മരണപ്പെടുന്ന ആളുകളുടെ ശരീരം അല്ലെങ്കിൽ ഇവിടെ മരണപ്പെടുന്ന ആളുകളുടെ മയ്യത്ത് നാട്ടിലോട്ട് എത്തിക്കുന്നതിന്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്നതുകൊണ്ടാണ് അത് വിശദീകരിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വിശദീകരിക്കാന്ന് വിചാരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിലുള്ള രേഖകളുള്ള ജോലിക്ക് വന്നിട്ടുള്ള ഒരു മനുഷ്യനിക്ക് ഇൻ കേസിൽ എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് സ്പോൺസറെയാണ്. അതെ, നമ്മളെ റൂമിൽ, നമ്മളെ അക്കോമഡേഷനിൽ, ഫ്ലാറ്റിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മൾ വാങ്ങിക്കൊള്ളണം. ആരുടെ പേരിലാണോ ഫ്ലാറ്റ് ഉള്ളത്, ഇപ്പം എൻ്റെ പേരിലാണെങ്കിൽ ഫ്ലാറ്റ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കമ്പനി ഡീറ്റെയിൽസ് നമ്മൾ കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരു കോണ്ടാക്ട്സും നമ്മൾ വെക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ രേഖകളിലൊരു ഇന്ത്യക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാട്ടിലേക്ക് എംബാമിങ്, കാർഗോ അടക്കമുള്ള പ്രൊസീജിയറും ഫീയും അടക്കേണ്ടത് കമ്പനിയാണ്. നമ്മളിപ്പോൾ ഉള്ള ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് അതൊക്കെ കവറേജ് ആണ്. കമ്പനി അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇൻഷുറൻസ് കമ്പനി ആ സ്പോൺസർ ആരാണ്, കമ്പനി ആണെങ്കിലും കഫീലാണെങ്കിലും സ്പോൺസർ ആണ്, അവർക്ക് അത് പിന്നീട് അവരുടെ അക്കൗണ്ടിൽ വരുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെ UAE ഇങ്ങനെ 4000 ദിർഹംസ് കിട്ടുന്നുണ്ടല്ലോ മരണപ്പെട്ട വ്യക്തികൾക്ക്, അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണോ? അതല്ല നമ്മൾ സർക്കാരിൻ്റെ സഹായമാണെങ്കിൽ എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ, ഇന്ത്യക്കാർ എവിടെയൊക്കെയുണ്ട്, അവർക്ക് എംബസിൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ റിയാദിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഉറൂബായിട്ടുള്ള ആളുകൾ അറിയാലോ, ഉറൂബ്, വാണ്ടഡ്, അതുപോലെ തന്നെ രേഖകളില്ലാത്ത ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ അതിന് വഹിക്കുന്നത് എംബസി ആയിരിക്കും. വ്യക്തമായ രേഖകളും സ്പോൺസറും ഉള്ള ഒരാൾ, കഫീലുള്ള വ്യക്തി മരണപ്പെട്ടാൽ അതിന് പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതിന്റെ കമ്പനിക്കും കഫീലിനുമായിരിക്കും. രേഖകളില്ലാത്ത ഉറൂബായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടാൽ മാത്രമാണ് എംബസി ഇടപെടുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഉറൂബാക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ പ്രവാസത്തിൽ ഇരിക്കെ മരണപ്പെടുന്ന ആളുകൾക്ക് സാധ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് എംബസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി നമ്മുടെ രേഖകളും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രേഖകളും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് കമ്പനികൾക്കാണ്, സ്പോൺസർക്കാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാത് കമ്പനികളുടെ GR, അതായത് ഗവൺമെന്റ് റിലേഷൻ ഓഫീസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികളായിരിക്കും നമ്മുടെ ഇൻഷുറൻസ്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെയൊക്കെ ഇൻഷുറൻസ് ഇത് കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇൻഷുറൻസ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുപാട് പ്രവാസികൾ ഈ ഒരു വിഷയത്തിൽ നമ്മളതിൽ എത്രത്തോളം അത് ഗൗരവത്തോടു കൂടി എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇൻഷുറൻസിന്റെ കാര്യത്തിലൊന്നും ആളുകൾ പ്രത്യേകം ചെറിയ ഇൻഷുറൻസ് എടുക്കും, അതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല. നമുക്ക് സിദ്ദീഖ് വോയിസ്, പല വോയിസുകൾ ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി സിദ്ദീഖ് തന്നിട്ടുണ്ട് കേട്ടോ. മരണപ്പെട്ട കേസ്
കേസിലൊക്കെ ആണെങ്കിൽ എംബസി അതിന്റെ പേയ്മെന്റ് വഹിക്കും. 6000 രൂപ എംബാം ഫീസ് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാർഗോ ചാർജസും. ഉറൂബ് കേസുകളൊക്കെയാണ് നേരത്തെ പറഞ്ഞ കാറ്റഗറിപ്പെട്ട കേസുകളാണെങ്കിൽ എംബസി വഹിക്കും. അല്ലാതെ സ്പോൺസറുടെ കീഴിലാണെങ്കിൽ വോയിസ് കേസിൽ വന്നിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് വന്നിട്ട് സ്പോൺസറുടെ കീഴിൽ നിയമപരമായിട്ട് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഉറവല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിലൊന്നും എംബസി വഹിക്കില്ല. അത് സ്പോൺസർ തന്നെ പേയ്മെന്റ് അടയ്ക്കണം. സ്പോൺസർ അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എംബസി പോലീസ് പരാതി കൊടുക്കും. നമ്മൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അതാണ്. അതായത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എംബാമിങ് അതുപോലെ തന്നെ മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് കമ്പനികൾ എടുത്തിട്ടില്ല എങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എംബസിയിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സൗദി അറേബ്യയിലുള്ള എംബസി ചെലവ് വഹിക്കുന്നത് ഉറൂബായിട്ടുള്ള ആളുകളതും അതുപോലെ തന്നെ കഫീൽ മരണപ്പെട്ട കേസുകളതും മാത്രമാണ് എംബസി വഹിക്കുന്നത്. ബാക്കി നമുക്ക് രേഖകളുണ്ട്, നമുക്ക് ജോലി ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള എല്ലാ ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് റെസ്പോൺസിബിലിറ്റി മരണപ്പെട്ടാൽ പോലും കമ്പനികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് വിസിറ്റ് വിസയുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ആരാണെന്ന് ചോദിച്ചു. വിസിറ്റ് വിസ നമ്മളെ വൈഫ്, നമ്മൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മറുപടി വിസിറ്റ് വിസയുള്ള ആളുകളുടെ ചെലവുകളും എംബസി വഹിക്കില്ല. അത് സ്പോൺസർമാരെ വഹിക്കണം. ആരാണോ വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന് അവരെ വഹിക്കണം. വിസിറ്റ് വിസയിൽ വന്നവർക്ക് സ്പോൺസറെ വഹിക്കണം. അതിനാണ് ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത്. മറ്റു ആളുകളും മറ്റു ലോക്കൽ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെറിയ പൈസ കൊടുത്തിട്ട് ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളാണെങ്കിലും ശരി, ഇവിടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ശരി, നമ്മുടെ ഇൻഷുറൻസ് എത്രത്തോളം കവേർഡ് ആണ്, നമ്മുടെ ഇൻഷുറൻസ് എത്രത്തോളം അതിൽ ഫൈനാൻഷ്യൽ എയ്ഡ്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടുന്ന് മയ്യത്ത് കയറ്റി അയക്കുന്നതിനുള്ള ഫീസ് റിയാദിലുള്ളതാണ് പറഞ്ഞത്. ഫീസ് എംബാമിംഗ് ഫീ 6000 ആണ് വിത്ത് ബോക്സ്. ആ ബോക്സ് അടക്കം 6000 ആണ്. പിന്നെ കൂടാതെ നമ്മൾ നാട്ടിലൊക്കെ അയക്കുന്ന കാർഗോ ഫ്ലൈറ്റ് 3500 മുതൽ 3800 വരെയാണ് സിദ്ധിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ചുരുങ്ങിയത് 9800 10,000 റിയൽ വരുന്നത്. അപ്പൊ അതിന് വ്യക്തമായിട്ട് പറഞ്ഞത് അറിയാലോ. അപ്പൊ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെയാണ് ഇത് വിഷയം ഫുള്ളായിട്ട്. അല്ല, ഈ 10,000 റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണോ ഇപ്പൊ സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ, സ്പോൺസറിന്റെ കീഴിലാണ്, സ്പോൺസറാണ് ഈ ഒരു 10,000 റിയാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ അമൗണ്ട് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ്. അതായത് കമ്പനി പിന്നീട് വരും. നമ്മൾ പാക്കേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സാവകാശത്തിൽ ഇൻഷുർ അത് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് ജെന്യൂൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തിരിച്ച് പിന്നെ എങ്ങനെയാണ് 4000 ദിർഹംസ് യൂണിയനിൽ എനിക്കും അത് മനസ്സിലാവണില്ല. അതായത് എങ്ങനെയാണ് ഈ ഒരു 4000ന്റെ കണക്ക് വന്നത്? നമ്മൾ ഇന്നലെ മൊത്തം കുത്തിയിരുന്ന് ചേർച്ചതാണ് എന്താണ് റീപാട്രിയേഷൻ സപ്പോർട്ട് എന്നുള്ളതിൽ. ഇവിടെ റിയാദിൽ ഞങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്തിട്ടും കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഫണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ വ്യക്തികൾക്കും മരണപ്പെട്ട കൊടുക്കുമെന്നുള്ളതും ഇപ്പോൾ ധാരണയിൽ എത്തിയിട്ടില്ല. അല്ല, എനിക്കിപ്പോ വേണ്ട എന്താണെന്നറിയോ, ഒരു രേഖ മൂപ്പര് കാണിക്കണ്ടല്ലോ, വിവരാവകാശം. എനിക്ക് ആ രേഖ ഒന്ന് കാണുന്നുണ്ട്. അതായത് ആ മൂപ്പര് അത് ഉയർത്തി കാണിക്കുന്നുണ്ട്, പക്ഷെ അത് മൂപ്പര് പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ടില്ല ആ സാധനം. അതായത് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുള്ളൂ. ആ ഡൊമൈനിൽ, പബ്ലിക് ഡൊമൈനിൽ ആ ഒരു രേഖ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് അതിലെന്താണ് എഴുതിയേക്കുന്നത്, അതിലെന്താണ് സ്പെസിഫിക് ആയിട്ട് എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത്, നമ്മളിപ്പോ ആരെങ്കിലും മരണപ്പെട്ട് നമ്മൾ ജോലിയുള്ള ആളുകളാണ്, നമുക്ക് ഇതിലൊന്നും ഇടപെടാൻ സമയമില്ല എന്നത് അറിയില്ല. അപ്പൊ നമ്മൾ ഇവർക്ക് ഓതറൈസേഷൻ കൊടുക്കുകയാണ്, അല്ലെ, തഫീൽ നൽകുകയാണ്. അപ്പൊ ഈ വ്യക്തികൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പേയ്മെന്റ് ആണെങ്കിലും ശരി റിസീവ് ചെയ്യാനൊക്കെ അധികാരങ്ങളും സ്വാതന്ത്ര്യം അതിലുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇവര് അതിൽ കാണിക്കുന്നത്, ഇത്തരം വ്യക്തികൾ ഇത്തരം പൈസ ആക്സെപ്റ്റ് ചെയ്തെന്നുള്ളത്. അല്ല, അത് വ്യക്തിപരമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് ടോട്ടൽ ഫൈനാൻഷ്യൽ എയ്ഡ്, ആളുകൾ റിസീവ് ചെയ്ത അതെ, ടോട്ടൽ എമൗണ്ട്. പിന്നെ ഇത്രയും എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് മൂപ്പര ആ ഒരു വിവരാവകാശ രേഖ വെച്ചിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ സംശയം അല്ലെങ്കിൽ എന്റെ ഒരു എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വിവരാവകാശ രേഖ, അതെ, മൂപ്പര് അത് പബ്ലിക് ഡൊമൈനിൽ ഇടണം. കാരണം മൂപ്പര് പൈസ കൊടുത്തുകൊണ്ട് വിവരാവകാശം കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാധനമാണ്. അതെ, പബ്ലിക് ഡൊമൈനിൽ ഇടാൻ എന്തായാലും മൂപ്പര് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് അതെ, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മെജോറിറ്റി എന്ന് പറയുന്നത് വീഡിയോ ചെയ്ത ആളിനെ തെറി വിളിക്കുകയാണ്. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ വീഡിയോയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്യാതെ പറയപ്പെട്ടിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ ഇന്ന സഹായങ്ങളല്ല, അല്ലെങ്കിൽ അവർ എന്റെ കയ്യിൽ നിന്ന് ഇന്ന അമൗണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ വാസ്തവം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഒരു മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് പറയാൻ
ആർജവും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്താ നമുക്കതിന് സംശയം വരാൻ കാരണേ മരണപ്പെട്ട വ്യക്തികളെ തേടി പരക്കം പാച്ചിലാണ് യു എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ പരക്കം പായുന്നത്? കൂലി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് പല രീതി നമുക്കത് പറയാൻ താല്പര്യമില്ലാത്ത വിഷയമാണ്. കാരണം എന്തായാലും ഇത്തരത്തിലുള്ള നന്മ ആഗ്രഹിച്ചിട്ട് മയ്യത്തുമായി ഇടപെടുന്ന വ്യക്തികൾക്ക് നല്ല നല്ല ആയുസും ദീർഘായുസും കൊടുക്കട്ടെ. നമുക്ക് അത്ര പറയാനുള്ളൂ. നമുക്ക് പറ്റാത്ത മേഖലയാണ്. ചോര കാണുമ്പോഴും മയ്യത്ത് കാണുമ്പോഴും തല കറങ്ങുന്ന എത്രയോ ജിമ്മിൽ പോയിട്ടൊന്നും കാര്യമില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു കോൺഫിഡന്റ് തന്നെയാണ്. എക്സ്പീരിയൻസ് മാത്രമല്ല, അതൊരു ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ പറയും. കാരണം ഒരുപാട് ആളുകൾക്കൊന്നും ഇല്ലാത്തൊരു അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൽ കയറി നമുക്ക് ഒരുപാട് പ്രൊസീജിയറും ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. അവർ അങ്ങനെ തളർത്താൻ ശ്രമിക്കരുത്. നല്ല വ്യക്തികളൊക്കെ നമ്മളെപ്പോഴും സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക ലാഭം മോഹിച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അതൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് അതിന് ഉദാഹരണം പറയാൻ വയ്യ. എന്തായാലും ഞങ്ങൾ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് സിദ്ദീഖ് തൂവറും സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ പങ്കുവെച്ചത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണല്ലോ, ഒരു മയ്യത്ത് റിയാദിൽ മരണപ്പെട്ടാൽ 9,800ഓളം 10,000 രൂപയോളം ചെലവാണ്. നമുക്ക് രേഖകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും കമ്പനിയാണ്. ഉറൂബോ മരണപ്പെട്ടതോ ആയിട്ടുള്ള കഫീൽ മരണപ്പെട്ടതോ ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് എംബസി നമുക്ക് സഹായം ചെയ്യുന്നത്. ഇനി നമ്മളെ സ്പോൺസർ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം എംബസിയിൽ പരാതിപ്പെടുക. അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കോടതിയിൽ കേസ് കൂട്ടമായിട്ട് അങ്ങനെ പോകും. അപ്പൊ അറിയാലോ 10,000 റിയാലാണ്. അങ്ങനെ ഒരു ക്യാഷ് കിട്ടുന്നത് വളരെ രേഖകളില്ലാത്തത് ഉറൂബായ ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആളുകൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല ഷാപ്കോട് ഒരുപാട് പ്രവർത്തകരുണ്ട് വളരെ മാന്യമായിട്ട് ഇത്തരത്തിൽ ഇടപെട്ടിട്ട് ഒരു എന്താ പറയുക പടച്ചോന്റെ കൂലി മാത്രം ആഗ്രഹിച്ചു അവർക്കൊക്കെ നല്ല സപ്പോർട്ടാണ് നൽകേണ്ടത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, അത് തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. തെളിയിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകള് അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ബാധ്യത കൂടെ അവരുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോപണം ഏറെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളിപ്പോ എന്നെ കുറിച്ച് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം വരുന്ന സമയത്ത് നമ്മൾ അതിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ആരോപണം ശരിയാണെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പരക്കെ അങ്ങനെ ആളുകൾ ചിന്തിക്കും. ശരിയായിട്ടുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള രീതിയിലല്ലാതെ ശരിയായ രീതിയിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെ തളർത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ വീഡിയോക്ക് താഴെ പങ്കുവെക്കുക. ഈ ഒരു വിവരങ്ങൾ നമുക്ക് കൈമാറിയിട്ടുള്ള സിദ്ദീഖ് തുവൂരിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ്. ഭയങ്കര ബിസി യാത്രയിലായിട്ട് പോലും നമ്മൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്. വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.